Dear students, welcome to the online classes of Farooq Higher Secondary School. I am Reshmi Manojkumar, Department of Zoology. So, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് കുറച്ച് പാർട്ടിലേക്കാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഗെമറ്റോജെനസിസ്, അതുപോലെ ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ഇംപ്ലാന്റേഷൻ. അതുവരെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇംപ്ലാന്റേഷൻ വരെയുള്ള പോർഷൻസ് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചറും അതുപോലെ ഗെമറ്റോജെനസിസ് പ്രോസസ്സും എല്ലാം നമുക്ക് ക്ലിയറായി. ഇനി നമ്മൾ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ ആ എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ് ഇന്നത്തെ ടോപ്പിക്. അപ്പോൾ വി നോ ഡ്യൂറിങ് ഇംപ്ലാന്റേഷൻ ദ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിരുന്നു. ട്രോഫോബ്ലാസ്റ്റ് ഔട്ടർ ലെയറും ഇന്നർ സെൽമാസുമുള്ള ആ ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മുടെ യൂട്രസിൻ്റെ വാളിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് സൂൺ ആഫ്റ്റർ ദ ഇംപ്ലാന്റേഷൻ ദ ഇന്നർ സെൽമാസ് ഓഫ് ബ്ലാസ്റ്റോസിസ്റ്റ് is started to divide and it rearranged to form three germ layers in our body, and they are three germ layers അല്ലെങ്കിൽ three layers എന്ന് പറയുന്ന ആ ലെയേഴ്സിൻ്റെ പേരാണ് ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഈ മൂന്ന് ലെയേഴ്സ് ആയിട്ടാണ് ഇന്നർ സെൽമാസ്, നമ്മുടെ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ അകത്തുള്ള ഇന്നർ സെൽമാസ് ഈ മൂന്ന് ലെയേഴ്സ് ആയിട്ട് മാറുന്നു. ഇനി ഈ മൂന്ന് ലെയേഴ്സിലെ സെൽസുകൾക്ക് നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസും ഓർഗൻസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സച്ച് ടൈപ്പ് ഓഫ് സെൽസ് ഇൻ ദീസ് ഇന്നർ സെൽമാസ് ഓർ ദീസ് ത്രീ ലെയേഴ്സ് ആർ കോൾഡ് സ്റ്റെം സെൽസ്. അപ്പോൾ ഇങ്ങനത്തെ ഈ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ് എന്ന്. അപ്പോൾ ഈ മൂന്ന് ലെയേഴ്സിനകത്തുള്ള ബേസിക് ടോട്ടി പൊട്ടൻ്റ് ഏത് തരത്തിലുള്ള സെല്ലായിട്ടും മാറാൻ കഴിവുള്ള ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ്. അപ്പോൾ സ്റ്റെം സെൽസ് ആണ് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് ടിഷ്യൂസ്, ഡിഫറെൻറ്റ് ഓർഗൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇംപ്ലാന്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞാൽ നമ്മുടെ എംബ്രിയോക്ക് ഉണ്ടാകുന്ന ഗ്രോത്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ കാണുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൽ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിന് എടുക്കുന്ന ആ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 9 months ആണ്. 9 months അല്ലെങ്കിൽ 280 days ആണ് എടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഡ്യൂറേഷൻ ഈസ് കോൾഡ് ജെസ്റ്റേഷൻ പീരീഡ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ജെസ്റ്റേഷൻ പീരീഡ്സ് 9 months അല്ലെങ്കിൽ 280 days ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്ന ഡോഗ്സ്, ക്യാറ്റ്സ്, എലിഫൻറ്റ്സ് ഇതിൻ്റെയൊക്കെ ജെസ്റ്റേഷൻ പീരീഡ് എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കും. പിന്നെ ഹ്യൂമൻ ബീയിങ്സിലെ ഈ 9 monthsനെ നമ്മൾ 3 തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 12 weeks. ഈ 12 weeksലെ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെൻസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ്. ലാസ്റ്റ് മെൻസ്ട്രേഷൻ എന്നാണോ ഉണ്ടായത് അതിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടാണ് നമ്മൾ ഈ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ 280 days ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മെൻസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് 12 weeksനെ നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് പറയുന്നത്. ഈ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഡ്യൂറിങ് ദ ഫസ്റ്റ് മന്ത് ദ ഹാർട്ട് ഈസ് ഫോംഡ്. ഹാർട്ട് ഈസ് ദ ഓർഗൻ വിച്ച് ഈസ് ഫസ്റ്റ് ഡെവലപ്പ് ഇൻ ഹ്യൂമൻ എംബ്രിയോയിൽ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓർഗൻ എന്ന് പറയുന്നത് ഹാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ മാസം തന്നെ ഹാർട്ട് ഫോം ചെയ്യും. ഈ ഹാർട്ട് ബീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഹാർട്ട് ബീറ്റിൻ്റെ ആ ഒരു മൂവ്മെൻ്റാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെതസ്കോപ്പ് വെച്ച് നമുക്ക് ബേബിയുടെ മൂവ്മെൻ്റായിട്ട് ഫസ്റ്റ് നമ്മൾ കേൾക്കുന്നത് ഹാർട്ട് ബീറ്റാണ്. ആൻഡ് സെക്കൻഡ് മന്ത് ആകുമ്പോഴത്തേക്കും ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ആർ ഓൾസോ ഡെവലപ്സ് ഇൻ ദ ഫീറ്റസ്. അപ്പോൾ ഫീറ്റസിൽ 2ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും ലിംസും ഡിജിറ്റ്സും എല്ലാം വിരലുകളും കൈകളും വിരലുകളും ഒക്കെ ഡെവലപ്പ് ആവാൻ തുടങ്ങും. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ദാറ്റ് ഈസ് ഇൻ ദ തേർഡ് മന്ത് ആകുമ്പോഴത്തേക്കും ലിംസ് ആർ ഡെവലപ്ഡ് ആൻഡ് ഓൾസോ ദ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ആർ ഓൾസോ ഡെവലപ്ഡ്. അപ്പോൾ ബോഡിയിലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയയും ഡെവലപ്പ് ആവാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഇത്രയും ഡെവലപ്മെൻ്റ് ആണ് ഫീറ്റസിന് നടക്കുന്നത്. ആഫ്റ്റർ ദാറ്റ് ഇൻ ദ ഫിഫ്ത്ത് മന്തിലാണ് ആദ്യമായിട്ട് ബേബിയുടെ മൂവ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മദർ ക്യാൻ ഐഡൻറ്റിഫൈ ദ മൂവ്മെൻറ്റ്സ് ഓഫ് ബേബിയുടെ മൂവ്മെൻറ്റ്സ് മദറിന് ഫീൽ ചെയ്ത് തുടങ്ങുന്നത് 5th month ആകുമ്പോഴാണ്. ആൻഡ് ഇപ്പം നമ്മൾ ലിംസ് എല്ലാം ഡെവലപ്പായി കഴിഞ്ഞാൽ ആ ലിംസ് അനക്കുന്നതാണ് നമുക്ക് മൂവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് 5th month ആകുമ്പം തന്നെ ബേബിയുടെ ഹെഡിൽ കുറച്ച് ഹെയേഴ്സ്, മുടികളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഹെയേഴ്സ് എല്ലാം ഡെവലപ്പായി തുടങ്ങും.
ആൻഡ് അടുത്ത മാസം 6ാമത്തെ മാസം ആകുമ്പോഴത്തേക്കും ആ ബേബിയുടെ ബോഡി മൊത്തമായിട്ട് ഫൈൻ ഹെയർസ് ഫോം ചെയ്യാൻ തുടങ്ങും. ആ ഫൈൻ ഹെയർസ് ബോഡി മൊത്തമായിട്ട് കവർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. പക്ഷെ അതത്ര സ്പെസിഫൈ നമുക്ക് വല്ലാതെ കാണാനൊന്നും പറ്റില്ല, ഫൈൻ ആയിരിക്കും. ഡെലിവറി കഴിഞ്ഞാലും ബോഡി മൊത്തം അതുപോലെ ഹെയർസ് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ അറിയാം അവരുടെ ബോഡി മൊത്തം ഹെയർസ് ആയിരിക്കും. പിന്നെ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചാണ്, ബർത്ത് കഴിഞ്ഞ് ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ആ ഹെയർസിൻ്റെ എമൗണ്ട് കുറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മുടെ പ്രൈമേറ്റ്സിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണ് ആ ഫൈൻ ഹെയർസ്, ബോഡി ഈസ് കവേർഡ് വിത്ത് ഹെയർസ് എന്നുള്ള ഒരു മെയിൻ ക്യാരക്ടറാണ് പ്രൈമേറ്റ്സിൻ്റെ ക്യാരക്ടറാണത്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ആൻഡ് 6th മന്തിൽ ഈ ഫൈൻ ഹെയർസിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ബേബീസിൻ്റെ ഐലിഡ്സ് എല്ലാം സെപ്പറേറ്റഡ് ആവും. അപ്പോൾ ഇതിങ്ങനെ കണ്ണടച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ അത് ഡെവലപ്മെൻറ്റിനനുസരിച്ച് അതിൻ്റെ ഐലിഡ്സ് സെപ്പറേറ്റഡ് ആവും. ആൻഡ് ഐ ലാഷസ് ആർ ഓൾസോ ഫോം ഡ്യൂറിങ് ദിസ് 6th മന്ത്. 6th മന്ത് ആകുമ്പോഴത്തേ ഐ ലാഷസും ഫോം ചെയ്യും. ആൻഡ് ഓൾമോസ്റ്റ് ഓൾ ഓർഗൻസ് ആർ ഓൾസോ ഡെവലപ്പ് ഡ്യൂറിങ് ദി 2nd ട്രൈമസ്റ്റർ. അപ്പോൾ 2nd ട്രൈമസ്റ്ററിൽ തന്നെ ബോഡിയിലെ മറ്റു ഓർഗൻസും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. So in the 3rd trimester, what's happening in the 3rd trimester is the full development of different body systems. Body systems എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് 3rd trimester, that is in the 9th month of pregnancy, the baby is fully developed to deliver. ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ബേബിയുടെ ബോഡി ഫുള്ളായിട്ട് ഡെവലപ്പ് ആയിരിക്കും. This fully developed baby induces the process of parturition. That is the next topic, parturition. Then what do you mean by parturition? Parturition എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബയോളജിക്കൽ ടേം ആണ്. ഡെലിവറി എന്നതിൻ്റെ ഒരു ബയോളജിക്കൽ ടേം ആണ് parturition എന്ന് പറഞ്ഞാൽ. So parturition എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ വിഗറസ് കൺട്രാക്ഷൻ ഓഫ് യൂട്രൈൻ വാൾസ് leads to the expulsion or delivery of fully developed fetus and placenta. അതിനെയാണ് നമ്മൾ പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. അതായത് ഫുള്ളി ഡെവലപ്പ് ആയിട്ടുള്ള ഒരു എംബ്രിയോൻ്റെ ബോഡി മദറിൻ്റെ ബോഡിയിൽ നിന്നുള്ള എക്സ്പെൽഷൻ, അതിനെയാണ് നമ്മൾ പാർച്ചുറിഷൻ എന്ന പ്രോസസ്സ് കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ പാർച്ചുറിഷൻ പ്രോസസ്സിന് നമുക്കൊരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം എന്ന് പറയാം. അപ്പോൾ ന്യൂറൽ സിസ്റ്റവും എൻഡോക്രൈൻ സിസ്റ്റവും ഒന്നിച്ച് ആക്ട് ചെയ്തിട്ടാണ് പാർച്ചുറിഷൻ എന്ന പ്രോസസ്സ് ഫീമെയിലിൻ്റെ ബോഡിയിൽ നടക്കുന്നത്. സോ എങ്ങനെയാണത് നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, the fully developed embryo induces certain mild contractions on the uterine wall. അപ്പോൾ യൂട്രൈൻ വാളിൽ ചെറിയ ചില കൺട്രാക്ഷൻസ് ഈ ഫുള്ളി ഡെവലപ്ഡ് എംബ്രിയോയും പ്ലാസൻ്റയും കൂടെ ഉണ്ടാക്കുന്നു. അതാണ് ഫസ്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ 9 മന്ത് ആയിക്കഴിഞ്ഞ് എല്ലാ ഗ്രോത്തും കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ആ എംബ്രിയോ അല്ലെങ്കിൽ ആ ഫീറ്റസ് ആ മദറിൻ്റെ ബോഡിയുടെ യൂട്രൈൻ വാളിൽ ചില കൺട്രാക്ഷൻസിന് കാരണമാകുന്നു. ആൻഡ് ദിസ് കൺട്രാക്ഷൻസ് ലീഡ്സ് ടു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. അപ്പോൾ ദാറ്റ് കൺട്രാക്ഷൻസ് ഓൺ ദ യൂട്രൈൻ വാൾ ലീഡ്സ് ടു ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ്. ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന പ്രോസസ്സിലേക്ക് അത് പോകുന്നു. നമുക്കറിയാം റിഫ്ലെക്സ് പ്രോസസ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ കഴിഞ്ഞ വർഷം. റിഫ്ലെക്സ് ആർക്കൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ യൂട്രൈൻ വാളിൽ ഇതുപോലെ ഒരു ഇൻഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ദാറ്റ് ലീഡ്സ് ടു അവർ central nervous system, and from that central nervous system it starts to secrete a specific hormone called oxytocin. Oxytocin എന്ന ഹോർമോൺ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. That is produced from our pituitary gland. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന്. അതിൽ കൂടെ തന്നെ ഒരു ഹോർമോണും കൂടി ഉണ്ടായിരുന്നു. ഓക്സിറ്റോസിനോടൊപ്പം തന്നെ പഠിച്ച മറ്റൊരു ഹോർമോണായിരുന്നു വാസോപ്രസിൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സിറ്റോസിൻ്റെ കാര്യമാണ് നോക്കുന്നത്. ഓക്സിറ്റോസിൻ ഇസ് റിലീസ്ഡ് ഫ്രം ദ posterior part of pituitary gland in mother's body. മദറിൻ്റെ ബോഡിയിൽ ഫുള്ളി ഡെവലപ്പ് ആയിട്ടുള്ള ഫീറ്റസും പ്ലസൻ്റെയും കൂടെ യൂട്രൈൻ വാളിൻ്റെ മുകളിൽ ഒരു കൺട്രാക്ഷൻസ്, മൈൽഡ് കൺട്രാക്ഷൻസിന് കാരണമാകുന്നു. ആസ് എ റിസൾട്ട് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് ഉണ്ടാകുന്നു. ആൻഡ് അത് കാരണം എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? ഫീമെയിലിൻ്റെ അല്ലെ മദറിൻ്റെ ബോഡിയിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നും ഓക്സിറ്റോസിൻ ഹോർമോൺ റിലീസ് ചെയ്യാൻ തുടങ്ങുന്നു. And that oxytocin hormone causes that contractions of uterine muscles. യൂട്രൈൻ മസിൽസിൻ്റെ ബാക്കിയുള്ള കൺട്രാക്ഷൻസ്, അതായത് വിക്കറസ് ആയിട്ടുള്ള ആ ഒരു കൺട്രാക്ഷൻസിന് മെയിനായിട്ട് കാരണമാകുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ ഹോർമോൺ. ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് കൺട്രാക്ഷൻസ് മോർ എമൗണ്ട് ഓഫ് ഓക്സിറ്റോസിൻസ് ആർ റിലീസസ് ഫ്രം ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ കൺട്രാക്ഷൻസ് കൂടുന്നതിനനുസരിച്ച് വീണ്ടും ഇതേപോലെ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് വിച്ച് ഓൾസോ കോസ് അനദർ കൺട്രാക്ഷൻസ്, പിന്നെയും കൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു. അപ്പോൾ കൺട്രാക്ഷൻസ് കൂടുമ്പോൾ ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നു. ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നതനുസരിച്ച് കൺട്രാക്ഷൻസും കൂടുന്നു.
And as a result of these vigorous contractions, the baby is expelled out of the body of mother through the birth canal or vagina. വജൈനയിലൂടെ അല്ലെ ബർത്ത് കനാലിലൂടെ ഫീമെയിലിൻ്റെ ബോഡിയിൽ നിന്ന് അല്ലെ മദറിൻ്റെ ബോഡിയിൽ നിന്നും ആ ഫുള്ളി ഗ്രോൺ ആയിട്ടുള്ള ഫീറ്റസിനെ എക്സ്പെൽ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് പാർച്ചുറേഷൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ദ ബേബി ദ പ്ലാസൻഡ ഓൾസോ എക്സ്പെൽഡ് ഔട്ട് ഓഫ് മദേഴ്സ് ബോഡി. അപ്പോൾ ബേബിയുടെ ഡെലിവറി കഴിഞ്ഞാൽ അപ്പം തന്നെ മദറിൻ്റെ ബോഡിയിൽ ഡെവലപ്പായിട്ടുള്ള ഈ പ്രഗ്നൻസി ടൈമിൽ ഡെവലപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് പ്ലസൻഡ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണത്. പ്ലസൻഡ എന്ന സ്ട്രക്ചറും ആ ബേബിയുടെ ഡെലിവറി കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സ്പെൽ ഔട്ട് ആവുന്നു. ആൻഡ് ദിസ് ഹോൾ പ്രോസസ് ഈസ് കോൾഡ് പാർച്ചുറേഷൻ. ആൻഡ് ആഫ്റ്റർ പാർച്ചുറേഷൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലാക്ടേഷൻ. ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി എന്താ, ഇറ്റ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക് ഫ്രം ദ മാമറി ഗ്ലാൻഡ്സ് ഓഫ് മദർ. അപ്പം മദറിൻ്റെ ബോഡിയിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്ത് മദറിൻ്റെ മാമറി ഗ്ലാൻഡ്സിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് സിംപ്ലി ലാക്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദീസ് മാമറി ഗ്ലാൻഡ്സ് ആർ ഡെവലപ്പ് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് പ്രഗ്നൻസി പീരീഡിൻ്റെ ടൈമിൽ മുഴുവൻ ഈ മാമറി ഗ്ലാൻഡ്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി ദാറ്റ് സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് മിൽക്ക് ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലാക്ടേഷൻ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ആഫ്റ്റർ ദ ഡെലിവറി ഓഫ് ബേബി ദ മദർ സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് മിൽക്ക് ഫ്രം ദെയർ മാമറി ഗ്ലാൻഡ്സ് ആൻഡ് ദാറ്റ് മിൽക്ക് ഈസ് കോൾഡ് കൊളസ്ട്രം. കൊളസ്ട്രം എന്നാണ് ആ മിൽക്കിന് പറയുന്ന പേര്. ഇത് ചോദിക്കാവുന്ന ചോദ്യം കേട്ടോ. കൊളസ്ട്രം ഫസ്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിന് പറയുന്ന പേര് ഇറ്റ് ഇസ് പെയിൽ യെല്ലോ ഇൻ കളർ ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് കൊളസ്ട്രം. ആ കൊളസ്ട്രം എന്നാണ് ആ മിൽക്കിന് പറയുന്ന പേര്. ചോദിക്കാറുണ്ട്, പല എക്സാംസിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി ഈ കൊളസ്ട്രം ഈസ് ഹൈലി nutritive and it is also contains many antibodies which provide immunity and resistance to the baby's body. സോ നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് തൊട്ടുള്ള ഇവൻറ്റ്സ് റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് ഒന്നും കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് വരുന്നത് നമ്മുടെ ഗാമറ്റോജെനിസിസ് പ്രോസസ്സായിരുന്നു അല്ലേ. ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആൻഡ് ഓവം അല്ലെങ്കിൽ ഗമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഗാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞത്. സോ ഇൻ മെയിൽസ് ദാറ്റ് ഗാമറ്റോജെനിസിസ് ഈസ് കോൾഡ് സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഇൻ ഫീമെയിൽസ് ദാറ്റ് ഈസ് കോൾഡ് oogenesis. സ്പെർമറ്റോജെനിസിസിൽ നമ്മൾ കണ്ടതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ ടെസ്റ്റിസിനകത്താണ് സ്പെർമറ്റോജെനിസിസ് നടക്കുന്നത്. അപ്പോൾ സ്പെർമറ്റോജെനിസിസ് പ്രോസസ്സിൽ നമ്മൾ കണ്ടതാണ് ഒരു സിംഗിൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ നിന്ന് നമുക്ക് 4 സ്പേംസ് അല്ലെങ്കിൽ സ്പെർമറ്റോസോവയാണ് കിട്ടുന്നത് ബൈ മിയോട്ടിക് ഡിവിഷൻ. ആൻഡ് ഇൻ കേസ് ഓഫ് ഊജെനിസിസിലാണെങ്കിലോ ഒരു പ്രൈമറി ഊസൈറ്റിൽ നിന്നും വി ഗെറ്റ് ഓൺലി എ സിംഗിൾ ഓവം ഓർ ഊറ്റിഡ്. അപ്പം സ്പെർമറ്റോജെനിസിസും ഊജെനിസിസും തമ്മിലുള്ള ഡിഫറൻസസും നമ്മളെല്ലാം എഴുതിയതാണ്. പിന്നെ നമ്മൾ അതിന് മുന്നേ തന്നെ കണ്ടിരുന്നു മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ. മെയിലിൻ്റെ ആക്സസറി ഗ്ലാൻഡ്സും ഡക്ട്സും അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയൻ്റെ സ്ട്രക്ചറും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടതാണ്. ഇൻ കേസ് ഓഫ് ഫീമെയിൽ ഓൾസോ ഡക്ട്സും ഗ്ലാൻഡ്സും എല്ലാം ഉണ്ട്. ഫെലോപ്പിയൻ ട്യൂബിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കണം, അത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഫെലോപ്പിയൻ ട്യൂബിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഫെർട്ടിലൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് ഫെലോപ്പിയൻ ട്യൂബിനകത്ത് വെച്ചാണ്. സോ ഇനി ഇൻസെമിനേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഇംപ്ലാന്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ആൻഡ് ദാറ്റ് സൈഗോട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടിന് വരുന്ന മാറ്റങ്ങൾ, ദാറ്റ് സൈഗോട്ട് സ്റ്റാർട്ട്സ് ടു ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഇറ്റ് ഫോംസ് എ മോറുല ആൻഡ് ദെൻ ടു എ ബ്ലാസ്റ്റോസിസ്റ്റ് ആൻഡ് ദിസ് ബ്ലാസ്റ്റോസിസ്റ്റ് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ദ യൂട്രൈൻ വാൾ ത്രൂ ദ പ്രോസസ് ഓഫ് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ആ ബ്ലാസ്റ്റോസിസ്റ്റ് പിന്നെ അതിനകത്തുള്ള ഇന്നർ സെൽ മാസ് ഡിവൈഡ് ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് 3 ജേം ലെയേഴ്സ് ഉണ്ടാവുന്നു. ദേ ആർ എക്ടോഡം, മീസോഡം ആൻഡ് എൻഡോഡം. ആൻഡ് ഈ 3 ജേം ലെയേഴ്സാണ് നമ്മുടെ ബോഡിയിലെ ഡിഫറെൻറ്റ് ടിഷ്യൂസും ഓർഗൻസുമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദിസ് ഫീറ്റസ് സ്റ്റാർട്ട്സ് ടു grow up and that is called embryonic development. Embryonic development in case of human beings it is 9 months. Embryonic development എടുക്കുന്ന കാലം എന്ന് പറയുന്ന that is called gestation period and ഇത് in human beings it is 9 months ആണ്. ആൻഡ് ഈ 9 months കൊണ്ട് വരുന്ന മാറ്റങ്ങളൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് as a result of neuroendocrine mechanism the process of parturition happens in human beings at the end of pregnancy.
ആൻഡ് ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പാർച്ചുറേഷൻ എന്ന പ്രോസസ്സ് 9 മന്തിൻ്റെ എൻഡോട് കൂടി നടക്കുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം. ആൻഡ് ആഫ്റ്റർ പാർച്ചുറേഷൻ the milk production starts in female body and it is helpful to feed their child. ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ നിന്ന് തന്നെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ലാക്ടേഷൻ. ഫീമെയിൽ ബോഡിയിൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാമറി ഗ്ലാൻസിൽ നിന്ന് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി കാണാം. ഒരു ആസ് എ ഹോൾ ആയിട്ട് നോക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതേതൊക്കെയാണെന്ന് നോക്കാം. അതിന് നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ. അസൈൻമെൻ്റ് ആയിട്ട് ആൻസർ ചെയ്ത് വെക്കണം. ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ്. എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ ടെമ്പററി എൻഡോക്രൈൻ ഗ്ലാൻഡ് ഫോംഡ് ആഫ്റ്റർ ഓവുലേഷൻ ഇൻ ദ ഫീമെയിൽ ഓവറി. സെക്കൻഡ് വൺ, റൈറ്റ് ഡൗൺ ഇറ്റ്സ് പെക്യുലാരിറ്റി. തേർഡ് ക്വസ്റ്റ്യൻ, name the structure which contain secondary oocyte ready to be released during ovulation. Fourth question, name the structures inside the ovary which produce estrogen and progesterone. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യുക. ഇതിൻ്റെ പുറമെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുള്ള ബാക്കിലുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും കിട്ടാത്ത ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. താങ്ക് യു.